ചേച്ചിയെ നെഗറ്റീവ് പറഞ്ഞ് സ്വന്തമായിട്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഈ കൂടെ നിൽക്കുക ഞാൻ നോക്കുമ്പോഴല്ല ഈ കൂട്ടുകാരായിട്ട് നിന്നവരാണ് തിരിഞ്ഞു പോകുന്നത്. ഒരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പേര് പോലും പറഞ്ഞു. എല്ലാം അങ്ങനെയാണല്ലോ, മിക്കതും വളച്ചൊടിച്ച്. കാരണം അവർക്ക് റീച്ചും വേണം, അവർക്ക് വിവാദം. ഓരോരുത്തർ അയച്ചു തരുവാ. രേണുസുതി അറസ്റ്റ് ചെയ്തു ദുബായ് പോലീസ്, ബാറിൽ ഡാൻസ് ചെയ്തു, അല്ല ബാറിൽ നിന്ന് വഴി കിടന്ന് വെള്ളം അടിച്ചു, രേണുസുതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടു, എന്നിട്ടൊരു കൈയുടെ ഒരു ഫോട്ടോ. ഇന്നലെ രേണു ചേച്ചി എന്ന് വിളിച്ചു വരും, അല്ലെങ്കിൽ രേണു ചേച്ചി ഇങ്ങനെ തന്നെ മുന്നോട്ടാണോ, ആരെയും മൈൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേര് അവൾ ആരാണ്, എന്താണ് അവള് ഒരു ആർട്ടിസ്റ്റ് ആണോ, അവള് ബാർ ഡാൻസ് ചെയ്തില്ലേ, ഇതൊക്കെ പറയുമ്പോ ഞാനിങ്ങനെ അവരുടെ പേര് പോലും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. പറയാത്ത കാര്യം ഞാൻ ചിന്തിച്ചു വെച്ചത് ചിലപ്പോ ഒരു റീച്ചിനായിരിക്കാം, എനിക്കറിയില്ല എന്തിനാണ്. കാരണം നേരിട്ട് എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായാലല്ലേ, നേർക്ക് നേരെ ഒരു സംസാരം ഉണ്ടായാലേ ശത്രുക്കളാന്ന് പറയാൻ പറ്റും. എനിക്കിപ്പോഴും ഇവര് ശത്രുക്കളല്ല. ചേച്ചിയുടെ വളർച്ചയിലുണ്ടാകുന്ന അസൂയ മൂലമാണ് ഈ തരത്തില് ഒരു പറയുന്നതെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? രേണുസുതി എവിടെ വളർന്നു എന്ന് പറയും. ഒരു 4 പേര് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ വളർച്ചയിൽ ഏറ്റവും വലിയൊരു നഷ്ടം കൊണ്ടുണ്ടായതാണല്ലേ? നല്ല നല്ല വിഷമമുണ്ട്. നല്ല എന്നും ഓർമ്മിച്ച് വെച്ചോണ്ടാ പറ്റി. ഒരു ദിവസം പോലും ആ പേര് പറയാത്തൊരു ദിവസം എനിക്ക് തോന്നില്ല. ഈ 2.5 വർഷമായി, 2 വർഷം കഴിഞ്ഞു, ഒരു ദിവസം പോലും ഞാൻ ഓർക്കാത്ത ദിവസവും ഇല്ല, പറയാത്ത നിമിഷവും.